വെൽക്കം ടു അവർ പോർട്ട്ഫോളിയോ സീരീസ് പാർട്ട് 3. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വളരെ ബേസിക് ആയിട്ട് എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോസ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് തുടങ്ങേണ്ടതെന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കണ്ടത്. എന്നാൽ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യുന്നതെങ്കിൽ ഹായ്, ഐ എം വിശാഖ്, ഐ എം എ ഫൈനാൻസ് ബിസിനസ് ഓണർ. ഒന്നാമത്തേന്ന് പറയുന്നത് ആക്റ്റീവ് ഇൻവെസ്റ്റിംഗ് അല്ലെങ്കിൽ ആക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയും. ഈ ആക്റ്റീവ് ഇൻവെസ്റ്റിംഗിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ പേര് പോലെ തന്നെയാണ് നമ്മൾ ആക്റ്റീവായിട്ട് ടൈമും എഫേർട്ടും എടുത്ത് സ്റ്റോക്കുകളെ അല്ലെങ്കിൽ ഫണ്ടുകളെ കുറിച്ച് പഠിച്ച് അതിൽ റീബാലൻസിങ് സ്വന്തമായിട്ട് ചെയ്ത് മാനുവലി തന്നെ നമ്മൾ സ്റ്റോക്സ് ബൈ ആൻഡ് സെല്ല് ചെയ്ത് ഹോൾഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട്. സോ നമ്മുടെ ആക്റ്റീവായിട്ടൊരു ടൈമും എഫേർട്ടും കൺസ്യൂം ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയാണ് ആക്റ്റീവ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. എന്നാൽ ഇതൊന്നും വേണ്ടാതെ സിമ്പിളായിട്ട് നമുക്ക് ലോങ് ടൈമിലേക്ക് നല്ല റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാനായിട്ടും സിമ്പിളായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ടും അധികം ടൈമോ എഫേർട്ടോ കൺസ്യൂം ചെയ്യാതെ തന്നെ വളരെ ബേസിക്സ് ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പാസീവ് ഇൻവെസ്റ്റിംഗ് എന്നൊരു സ്ട്രാറ്റജി കൂടി ഉള്ളത്. ഇനി എങ്ങനെയാണ് ഈ ഒരു പാസീവ് പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ പാസീവ് ഇൻവെസ്റ്റിംഗ് ബിൽഡ് ചെയ്യുന്നതെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. കഴിഞ്ഞാണ് നമ്മൾ റിവ്യൂ ചെയ്തൊരു പോർട്ട്ഫോളിയോന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാസീവ് പോർട്ട്ഫോളിയോ ആണ് നമ്മളിവിടെ കാണിക്കുന്നത്. 40ാമത്തെ വയസ്സിൽ ഏർലി റിട്ടയർമെൻറ്റ് എടുത്തൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് ഈ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ 10,000 രൂപയാണ് പെർ മന്ത്. ഈ ഒരു 10,000 രൂപ പെർ മന്ത് വെച്ച് അദ്ദേഹം ബിൽഡ് ചെയ്തിരിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ ആണ് ഈ ഒരു പാസീവ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. സോ ഇതിൽ 60% ഇക്വിറ്റി അലോക്കേഷനാണ്. ആ ഒരു 60%ൻ്റെ അലോക്കേഷൻ നമുക്ക് ഏതൊക്കെ ഫണ്ടുകളിലേക്കാണ് നമുക്ക് നോക്കാം. ഇക്വിറ്റിയിൽ നമ്മളിവിടെ എടുത്തിരിക്കുന്ന 3 ഫണ്ടാണ്. ഫസ്റ്റത്തെ 2,000 റുപ്പീസാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു 2,000 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫണ്ട് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ കോട്ടാക് AMCയുടെ നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് 2,000 രൂപ. സോ ഈ 2,000 രൂപ എന്ന് പറഞ്ഞാൽ നിഫ്റ്റി 50 ആയതുകൊണ്ട് തന്നെ ലോങ് ടൈമിലേക്ക് ഒരു സ്റ്റേബിൾ ആൻഡ് സ്റ്റഡി റിട്ടേൺസ് ബിൽഡ് ചെയ്യാനായിട്ടാണ് നിഫ്റ്റി 50 കൺസിഡർ ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് 2,000 റുപ്പീസ് നോക്കുകയാണെങ്കിൽ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫണ്ട് നോക്കുകയാണെങ്കിൽ ആദിത്യ ബിർള സൺ ലൈഫ് ഇക്വിറ്റിയുടെ നിഫ്റ്റി മിഡ് ക്യാപ് 150ലാണ്. സോ നിഫ്റ്റി മിഡ് ക്യാപ്പ് എന്ന് പറയുന്നത് മീഡിയം ലെവൽ കമ്പനീസ് ആണ്. ബട്ട് ഡയറക്റ്റ് ഇക്വിറ്റി എക്സ്പോഷർ വരുന്നില്ല. അതിൻ്റെ പാസീവായിട്ട് ഇൻഡെക്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇൻഡെക്സ് ലോങ് ടൈമിലേക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിയും. മൂന്നാമത്തെ ഒരു 2,000 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ലാസ്റ്റ് ഫണ്ട് എന്ന് പറയുന്നത് ഇത് ഒരു വാല്യൂ ഇൻഡെക്സ് ഫണ്ടാണ്. അതായത് അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻഡെക്സ് ആണ് വാല്യൂ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഇൻഡെക്സിൽ നമ്മൾ എടുത്തിരിക്കുന്നത് മോത്തിലാൽ ഓസ്വാളിൻ്റെ BSE എൻഹാൻസ്ഡ് വാല്യൂ ഇൻഡെക്സ് ഫണ്ടാണ്. അപ്പോൾ ടോട്ടൽ 3 ഫണ്ടുകളാണ് വരുന്നത്. 1 കോട്ടാക്കിൻ്റെ ഫണ്ട്, 2 ആദിത്യ ബിർള, 3 മോത്തിലാൽ ഓസ്വാൾ. സോ ഈ 3 ഫണ്ടുകളുടെയും ഇൻഡെക്സ് ഫണ്ടാണ് എടുത്തിരിക്കുന്നത്. ഈ ഇൻഡെക്സ് ഫണ്ടിലേക്ക് 2,000 രൂപ വെച്ചിട്ടാണ് നമ്മൾ അലോക്കേഷൻ ചെയ്തിരിക്കുന്നത്. സോ 60% ഓഫ് ഇക്വിറ്റി അലോക്കേഷൻ നമ്മൾ കണ്ടു. സോ ഒരു ഡെപ്റ്റ് അലോക്കേഷനിൽ ഏകദേശം ഒറ്റ ഫണ്ടാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. ഈ ഒരു ഒറ്റ ഫണ്ടിലേക്ക് ഏകദേശം 3,000 രൂപ അടുത്താണ്, അതായത് 30% ഓഫ് എമൗണ്ട് ആണ് ഈ ഒരു ഒറ്റ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലെടുത്തിരിക്കുന്ന AMC നോക്കുവാണെങ്കിൽ ആക്സിസിൻ്റെ കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ടാണ് ഇതിൽ ഡെപ്റ്റ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ട് ആയതുകൊണ്ട് തന്നെ ലോങ് ടൈമിലേക്ക് ഒരു ലോ റിട്ടേൺസ് അല്ലെങ്കിൽ ഒരു കൺസർവേറ്റീവ് റിട്ടേൺസ് കിട്ടുകയും ചെയ്യും. ബട്ട് നമ്മളുടെ എമൗണ്ട് സേഫ് ആയിരിക്കുകയും ചെയ്യും. സോ അതുകൊണ്ട് തന്നെയാണ് 30% ഡെറ്റ് അലോക്കേഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആക്സിസിന് നല്ലൊരു പെർഫോമിംഗ് AMC കൂടിയാണ്. ഇനി ബാലൻസ് ഉള്ള 10% എമൗണ്ട്, അതായത് ഏകദേശം 1,000 രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്ന ഗോൾഡ് ആൻഡ് സിൽവർ ETF ഫണ്ടുകളിലേക്കാണ്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഫണ്ട് എന്ന് പറയുന്നത് LVSന്റെ ഗോൾഡ് ആൻഡ് സിൽവർ ETF FOI ഫണ്ടാണ്. അപ്പോൾ ടോട്ടൽ നമ്മൾ 10,000 റുപ്പീസ് 5 ഫണ്ടുകളിലേക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇക്വിറ്റി, ഡെറ്റ്, ഗോൾഡ് ആൻഡ് സിൽവർ എന്ന രീതിയിൽ നല്ലൊരു അലോക്കേഷനാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ കണ്ട ഫണ്ടുകളെല്ലാം തന്നെ ഇൻഡെക്സ് ഫണ്ടുകളാണ്. സിമ്പിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഒരൊറ്റ കമ്പനികളുടെ റിസ്ക്കോ അല്ലെങ്കിൽ ആ ഒരു എക്സ്പോഷറോ വരുന്നില്ല. നമ്മൾ ടോട്ടലി ആ ഒരു ഇൻഡെക്സിനെ തന്നെയാണ് മേടിക്കുന്നത്. നിങ്ങൾക്കറിയാം ഓരോ കമ്പനീസിൻ്റെയും ഡിഫറൻറ്റ് റിട്ടേൺസ് ആയിരിക്കും ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ വർഷവും വരുന്നത്. ബട്ട് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ലോങ് ടൈമിലേക്ക് ഒരു സ്റ്റഡി റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാനായിട്ട് എല്ലായ്പ്പോഴും സാധിക്കും. കഴിഞ്ഞൊരു 10-20 വർഷത്തെ നിഫ്റ്റിയുടെ തന്നെ പെർഫോമൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു CAGR അറൗണ്ട് ഒരു 12-13 അല്ലെങ്കിൽ 14% ആണ് ഒരു 10-20 വർഷത്തെ റിട്ടേൺസ് എന്ന് പറയുന്നത്. സോ ലോങ് ടൈമിലേക്ക് നോക്കുവാണെങ്കിൽ നല്ല റിട്ടേൺസ് കിട്ടുകയും ചെയ്യും. ബട്ട് റിസ്ക് വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു പാസീവായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാവരും ചൂസ് ചെയ്യുന്നത്. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവർക്ക് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാനും ലോങ് ടൈം ക്യാപിറ്റൽ പ്രിസർവേഷനും വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അതിന് നിങ്ങൾക്ക് ആനുവൽ റിവ്യൂ ചെയ്യാനും അതിൻ്റെ ഒരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടാനും ഒരു പ്രൊഫഷണൽ അഡ്വൈസാണ് നിങ്ങളൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു സപ്പോർട്ടാണ് ആവശ്യമെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒന്നുകൂടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. ക്യാപ്ഫോൾ ഫൈനാൻഷ്യൽ സർവീസിൻ്റെ പ്രൊഫഷണൽ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്കിതിലും ബെറ്റർ ആയിട്ടുള്ളൊരു പോർട്ട്ഫോളിയോ എങ്ങനെ ബിൽഡ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം.
സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ കോണ്ടന്റുകൾ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.